ഹലോ ഗായ്സ്, അപ്പം നമ്മളിന്നൊരു ചിക്കൻ കറി വയ്ക്കാൻ പോകണം. ഇന്നിപ്പോൾ നെന്മാറയിൽ പോയി ചിക്കനൊക്കെ വാങ്ങിയിട്ട് വന്നു. ഇനി ആ ചിക്കൻ കറി ഒന്ന് വയ്ക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ചിക്കൻ കറിയാണ് ഗായ്സ്. ഒന്നുമില്ല, ചുമ്മാതെ ഇരുന്നപ്പോൾ ചിക്കൻ കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊരു വ്ളോഗാക്കി ഇടാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ച് വെച്ചു, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് പേസ്റ്റ്. പിന്നെ ചിക്കനൊക്കെ നല്ല അസല് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെയിറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഗായ്സ്. ഹലോ ഗായ്സ്, അപ്പം എണ്ണ ചൂടായിട്ടുണ്ട്, കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ പെൻസിൽ അതിനിടയിൽ കൂടെ ആപ്പിൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള അതിലേക്ക് ആഡ് ചെയ്തു. അത് നമ്മൾ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ കറിവേപ്പില മല്ലിയിലയും കൂടെ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അത് മിക്സ് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞ് തക്കാളി ഇട്ടു, അത് നന്നായി വഴറ്റി കൊടുക്കുക. നന്നായി വഴണ്ടി വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, മസാലയൊക്കെ തിരുമ്മി വെച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. നമ്മളത് നന്നായിട്ട് ഇളക്കുക. നമ്മൾ വയ്ക്കുന്ന കറിയാണ് ഷെയർ ചെയ്ത് കേട്ടോ. എല്ലാവരും ഇങ്ങനെ തന്നെയാണോ വയ്ക്കാമെന്ന് അറിയില്ല ഗൈസ്, അങ്ങനെ ആയിരിക്കില്ല, എന്നാലും ഇടുക. പിന്നെ നമ്മൾ 2-3 ചിക്കൻ കാലുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്തു. പിന്നെ കറിയൊക്കെ തിളച്ച് വന്നു, കറിയായി. കുറച്ച് ചോറെടുത്തു. ചിക്കനൊക്കെ നല്ല അടിപൊളി കുക്കായിട്ടുണ്ട്. പിന്നെ ചിക്കൻ ഫ്രൈയും അതുപോലെ നന്നായി മൊരിഞ്ഞ് അതും സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഒന്നായി വരും. നമ്മളൊരു 3-4 മണിക്കാണ് കറി ആക്കിയത് കേട്ടോ. അതുപോലെ തന്നെ ആകുമ്പോഴേക്കും സമയം നമ്മളത് കഴിച്ചു. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു.